നമ്മളിന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മളിന്ന് എള്ളും കടലയൊക്കെ വറുത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് റെഡിയാക്കി എടുക്കാൻ പോണത്. പ്രത്യേകിച്ച് ഇങ്ങനത്തതൊക്കെ ഈ ഒരു മഴക്കാലത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കും അതുപോലെ സുന്നത്ത് കല്യാണം കഴിച്ച് കിടക്കുന്ന കുട്ടികൾക്കും വയസ്സറിയിക്കുന്ന പെൺകുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോണത്. അപ്പം ഞാനിവിടെ 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയും പിന്നെ ഒരു അരമുറി തേങ്ങയും അത് ചൂഴ്ന്ന് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ ചിരകി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 300 ഗ്രാം എള്ളും 300 ഗ്രാം നിലക്കടലയും എടുത്തിട്ടുണ്ട്. എള്ള് കഴുകി അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. അത് 50 ഗ്രാം ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ച ആ ഒരു തേങ്ങ ഞാൻ ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു എള്ളുണ്ടല്ലോ, ആദ്യം എള്ളൊന്ന് വറുത്തെടുക്കുക. എള്ള് ചെറിയൊരു നനവ് ഉണ്ടായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരും. എന്നിട്ട് അതിങ്ങനെ പൊട്ടിപ്പൊരിയുന്ന സൗണ്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കറിയാം എള്ള് വെന്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. അപ്പം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. പിന്നെ അതേ പാനിലേക്ക് തന്നെ നമ്മൾ നിലക്കടലയും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പാലൊക്കെ ഒന്ന് വറ്റി കിട്ടണം. ശരിക്കും വെള്ളം വറ്റിയ തേങ്ങ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. നമ്മൾ കൊട്ടത്തേങ്ങ കൊപ്ര എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തേങ്ങത്തെ വെള്ളമൊക്കെ വറ്റിച്ചാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കടല ഞാൻ വറുത്തെടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. പിന്നെ ഒരു 3/4 കപ്പ് അരിയും വറുത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അണ്ടിപ്പരിപ്പും ബദാമും അതും ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള എന്ത് സംഭവം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കട്ടോ. ചെറുപയർ, മുത്താറി അതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഒക്കെ ഇതുപോലെ വറുത്ത് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ച എള്ളൊക്കെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിയാണ് കേട്ടോ പൊടിച്ചെടുക്കണത്. അപ്പോൾ അതൊക്കെ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തേങ്ങ പൊടിച്ചിട്ട് കൊടുത്തു. നല്ലോണം ഇങ്ങോട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചില്ലേ, അത് പൊടിച്ചെടുത്തു. അതേപോലെ കടല വറുത്തെടുത്തത് പൊടിച്ചെടുത്തു. എന്നിട്ടൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ശർക്കര വേണം. അപ്പോൾ ഞാനൊരു 5 അച്ച ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലത്. എന്നാലുള്ള മധുരമൊക്കെ എല്ലാ ഭാഗത്തും ആവുള്ളൂ. അപ്പോൾ ഇത് രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂൺ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്.